പഴയ ലക്കിടിയിൽ 14 നമ്പർ അങ്കണവാടിയിലെ അധ്യാപിക കൃഷ്ണകുമാരിയുടെ മാല പൊട്ടിക്കാനാണ് ശ്രമം നടന്നത്. ഉച്ചയ്ക്ക് 1:30 എത്തിയ മോഷ്ടാവ് മക്കളെ ചേർക്കണമെന്ന് പറഞ്ഞ് അങ്കണവാടിയുടെ അകത്തു കയറി. മക്കളുടെ പേരുകൾ എഴുതാൻ ബുക്കെടുക്കാൻ കുനിഞ്ഞപ്പോൾ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ ശേഷം മാല പൊട്ടിക്കാൻ ശ്രമിച്ചെന്ന് കൃഷ്ണകുമാരി പറഞ്ഞു. മറ്റു കുട്ടികൾ അങ്കണവാടിയിൽ ഉള്ളപ്പോഴായിരുന്നു മോഷ്ടാവ് മാല പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. 3.5 പവൻ തൂക്കം വരുന്ന മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. ബഹളം കേട്ട് നാട്ടുകാർ എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു. അപ്പം ഞാൻ ഈ 2 ഭാഗവും പിടിച്ചു. അപ്പം അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്ത് ഓടാൻ പറ്റിയില്ല. ഈ മോഷണ ശ്രമം നടന്ന് 1.25 മണിക്കൂർ കഴിഞ്ഞു. അവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരെയുള്ള അഴീക്കലപ്പറമ്പിൽ വയോധികയുടെ കഴുത്തിൽ നിന്ന് മാലയുമായി മോഷ്ടാവ് കടന്നു. കണ്ണിയമ്പുറത്തെ മകളുടെ വീട്ടിൽ പോയ രാധ ചിനക്കത്തൂർ കാവിന് മുൻപിൽ ബസ്സിറങ്ങി അഴീക്കലപ്പറമ്പിലെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ഈ സമയത്ത് കറുത്ത റെയിൻകോട്ട് ധരിച്ചെത്തിയാൽ മാല പിടിച്ചു പറിക്കുകയായിരുന്നുവെന്ന് രാധ പറഞ്ഞു. ആദ്യത്തെ സംഭവത്തിൽ അങ്കണവാടിയിലേക്ക് മോഷ്ടാവ് എത്തുന്നതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഇതിൽ മോഷ്ടാവ് തൊപ്പി ധരിച്ച് മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം പാൻസ് ആയിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ സംഭവത്തിലെ മോഷ്ടാവ് മുണ്ട് ധരിച്ചിരുന്നെന്നാണ് മാല നഷ്ടപ്പെട്ട രാധ പറയുന്നത്. പഴയ ലക്കിടിയിലെയും ഒറ്റപ്പാലത്തെയും സംഭവങ്ങൾക്ക് പിന്നിൽ ഒരാളാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒറ്റപ്പാലം SI M സുനിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.